തിരുവനന്തപുരത്ത് നിന്ന് ഒരു മാസത്തിലധികം നീണ്ടുനിന്ന യാത്ര നടത്തി വരുന്ന രണ്ടാളുകൾ, അവരെ സ്വീകരിക്കാനാണ് നമ്മൾ. അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാ അല്ലാ. തിരുവനന്തപുരം ഭീമാപള്ളിയിൽ നിന്ന് തുടങ്ങിയ യാത്ര സമ്മേളന നഗരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാഷാ അല്ലാ. ദിവസം എടുത്തു, അതിന്റെ ബാക്കി എക്സ്പീരിയൻസ് ഒക്കെ അവർ തന്നെ പറയണം. അവർ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, നമുക്ക് അവരെ സ്വീകരിക്കാം. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ. എടാ, ഒരു യാത്ര എങ്ങനെയുണ്ടായിരുന്നു? യാത്രയൊക്കെ അൽഹംദുലില്ലാ, വളരെ സന്തോഷം. പ്രതിസന്ധിയൊക്കെ ഉണ്ടോ? പ്രതിസന്ധികളൊന്നുമില്ല, റാഹത്തായ യാത്രയായിരുന്നു. സമസ്തയ്ക്ക് വേണ്ടി ഇറങ്ങിയതല്ലേ, ഒരു വിധത്തിലുള്ള പ്രതിസന്ധി. നമ്മള് ആലപ്പുഴയിൽ വെച്ചാണ് ഇവരുടെ ഒരു പ്രഖ്യാപനം വരുന്നത്. ജിഫ്രി തങ്ങളുടെ യാത്ര നടക്കുന്ന ഒരു വേദിയായിരുന്നു. അപ്പോൾ അവിടെ ജിഫ്രി തങ്ങൾ ഇവരിങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. തങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ അറിയോ, നിങ്ങൾ എന്തിനാ അങ്ങനെ നടക്കുന്നത്? ഇപ്പോൾ ബസ്സും വിമാനവും ട്രെയിനും ഒക്കെ ഉള്ളതല്ലേ, ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കൂല. അപ്പോൾ ഇതൊരു പ്രചാരണം ഉദ്ദേശം കൂടി ഉള്ളപ്പോൾ തങ്ങൾ അവർക്ക് ദുആ ചെയ്തു. പിന്നീട് എന്നാ ആരംഭിച്ച്? ജനുവരി 1 സുബൈക്ക് ശേഷം ഭീമാപള്ളിയിൽ നിന്ന് സിയാറത്ത് ചെയ്ത് യാത്ര തുടങ്ങി. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ എത്ര ദിവസം? 34ാമത്തെ ദിവസം ഇവിടെ എത്തി. 34ാമത്തെ ദിവസം കുണിയയിലെ സമ്മേളന ഗ്രൗണ്ടിൽ നമുക്ക് നേരെ സ്റ്റേജിലേക്ക് ഇവരെ സ്വീകരിക്കാൻ സംഘാടക സമിതി കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവരെ കൂടെ അങ്ങനെ അങ്ങ് യാത്ര ചെയ്ത് ഇവരുടെ സംസാരമൊക്കെ കേട്ട് നമുക്ക് അങ്ങനെ അങ്ങ് പോവാം. ഈ ഭീമാപള്ളിയിൽ നിന്ന് തുടങ്ങി 34 ദിവസം. സംഭവം നടത്താണല്ലോ. ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നതിന് അപ്പുറത്തേക്ക് നടന്നു വരണമെന്നുള്ളത് ചെറിയ കാര്യമില്ല. നടക്കുമ്പോൾ എന്താണ് ക്ഷീണം ഉണ്ടാവാം, ബാക്കി പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു? അൽഹംദുലില്ലാ, സമസ്തയുടെ കറാമത്തും ബറക്കത്തും കൊണ്ട് നമ്മുടെ ഈ 34 ദിവസത്തെ യാത്രയിൽ ഒരു സമയത്ത് പോലും ഒരു ക്ഷീണം അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ വരുന്ന വഴിയിലൊക്കെ സമസ്തയുടെ പ്രവർത്തകരുടെ ആഹ്ലാദപ്രകടമായ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം. അത് മുസ്ലിമുകൾ എന്ന് മാത്രമല്ല, അമുസ്ലിമുകളായ ആളുകൾ പോലും നമ്മളിങ്ങനെ ഒരു കൊടിയും ഒക്കെ പിടിച്ചിങ്ങനെ നടക്കുമ്പോഴേക്ക് വലിയ അത്ഭുതത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് വന്ന് ചോദിക്കും എന്താ കാര്യമെന്ന്. അപ്പോൾ സമസ്തയെക്കുറിച്ച് പരിചയപ്പെടുത്താനും സമസ്തയുടെ സമ്മേളനത്തിൻ്റെ വിഷയങ്ങളൊക്കെ സംസാരിക്കാനും അൽഹംദുലില്ലാ ഈ യാത്രയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ തന്നെ പല നമ്മുടെ ഹൈന്ദവ വിശ്വാസികളാവട്ടെ ക്രൈസ്തവരാവട്ടെ പലരും വന്ന് നമ്മളോട് സംസാരിക്കുന്ന അവസരങ്ങളും അവരുമായിട്ട് സമ്മേളനത്തിന് വരും എന്ന് വരെ ഏറ്റിട്ടുള്ള ഹൈന്ദവരായ ആളുകളുണ്ട്. അതായത് കാസർഗോഡ് ജില്ലയിൽ കയറിയപ്പോൾ ഒരു ഹൈന്ദവർ പോലും പറയുന്നത് ഞങ്ങൾ അവിടെ വരുന്നുണ്ട്. ചിലർ പറഞ്ഞു ഞങ്ങളൊക്കെ അവിടെ വന്ന് സമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ ഒരുക്കങ്ങളൊക്കെ നോക്കി വിലയിരുത്തി. ഞങ്ങൾക്കിപ്പോൾ സംശയമാണ്, ഇത്രയും ജനങ്ങൾ അവിടെ ഉൾക്കൊള്ളുമോ എന്നുള്ള ഒരു ഭയത്തിലാണ് ഞങ്ങൾ. എന്തായാലും ഞങ്ങൾ സമ്മേളനത്തിനെത്തും. അതുപോലെ തന്നെ ഒരു സന്തോഷവാന, നമ്മൾ കൊല്ലം ജില്ലയിൽ നീണ്ടകര എന്ന് പറഞ്ഞ പ്രദേശത്തെത്തിയപ്പോൾ ഒരു ഹെൻറി ജോർജ് എന്ന് പറയുന്നൊരു സുഹൃത്ത്, അദ്ദേഹം പെട്ടെന്ന് ബൈക്കിൽ വന്നുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിലായിട്ട് നിർത്തിയിട്ട് എന്താ നിങ്ങളുടെ ഉദ്ദേശം, ഇങ്ങനെ ഒരു കൊടയും ഒരു പതാകയൊക്കെ എന്തി പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് സമസ്തയുടെ 100ാം വാർഷികമാണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രചരണാർത്ഥം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നടക്കുവാണ് കാസർഗോട്ടേക്ക്. അപ്പോൾ അദ്ദേഹം വലിയ അത്ഭുതത്തോടെ എന്നിട്ട് ചോദിച്ചു, ജിഫ്രി മുത്തുക്കോയ തങ്ങളല്ലേ നിങ്ങളുടെ നേതാവെന്ന് ചോദിച്ചു. അൽഹംദുലില്ലാ, അത് ചോദിച്ചപ്പോൾ നമുക്ക് വല്ലാതെ സന്തോഷമായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജിഫ്രി തങ്ങളുടെ അവിടുത്തെ വാർത്താ സമ്മേളനങ്ങളും അവിടുത്തെ പ്രസംഗങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. നല്ല നിലപാടുള്ള ഒരു നേതാവാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്ത്യനുണ്ട്, ഹിന്ദു ഉണ്ട്, മുസ്ലിമുണ്ട്. ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിലെ 5 വക്കത്ത് ബാങ്കും ഞാൻ കേൾക്കും. ഒരു ദിവസം അവിടെ പരിപാടി നടന്നപ്പോൾ ഞാൻ അവിടെ ബാങ്ക് വിളിക്ക് മത്സരിച്ചു, എനിക്കതിൽ പ്രൈസും കിട്ടിയെന്ന് വളരെ സന്തോഷത്തോടെ അദ്ദേഹം പറയുന്നുണ്ടായി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ഇപ്പം നമ്മുടെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ തയ്യാറെടുപ്പുകളുണ്ടോ? ഒന്നാമത് വാക്കിംഗ് ഷൂ ആയിരിക്കും,